ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ലൈവ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെക്ചർ ഇൻ പോളിടെക്നിക് നോട്ടിഫിക്കേഷൻ വന്നു, നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബിടെക് ആണ് ബേസിക് യോഗ്യത എന്ന് പറയുന്നത്. സോ നമുക്ക് അതിന് എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്ത് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വെച്ചാൽ, അതായത് നമ്മുടെ ഈ ഒരു സിലബസ് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് നമ്മുടെ സിലബസ് ഇച്ചിരി ഒരു വാസ്റ്റ് ആണ്. നോർമലി നമ്മുടെ ഉള്ള ഈ എക്സാംസിനെ അപേക്ഷിക്കുമ്പം ഒരു കുറച്ച് തിയറി കൂടുതലായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് കൂടുതലും നമ്മൾ കുറച്ച് സബ്ജക്ട്സ് ആണ് ടാർഗറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇന്നത്തെ സെഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബേസിക് സബ്ജക്ട്സ് പഠിക്കുക എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ ബേസിക് സബ്ജക്ട്സ്. സോ ബേസിക് സബ്ജക്ട്സ് എന്തിരുന്നാലും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പോകണം. ഓക്കെ, സോ നമുക്ക് നോക്കാം, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പം വെൽക്കമിങ് യു ഓൾ ടു ദ സെഷൻ. എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വിട്ടിരിക്കുന്നത്. ആസ് ഇറ്റ് ഓൾ നമുക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതിനേക്കാളും റാദർ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻസേഴ്സ് അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യാം കേട്ടോ. So the first question is, the aggregate area of doors and windows shall not be less than dash of the floor area of room. ഒരു റൂമിന്റെ നമ്മൾ മൊത്തത്തിൽ ഫ്ലോർ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്ലോർ ഏരിയയുടെ എത്ര പാർട്ടിനേക്കാളും കുറവായിരിക്കരുത് അഗ്രിഗേറ്റ് ഏരിയ ഓഫ് ഡോർ ആൻഡ് വിൻഡോസ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ 1/10, ഓപ്ഷൻ ബി 1/9, ഓപ്ഷൻ സി 1/7 ആൻഡ് ഓപ്ഷൻ ഡി 1/6. ആൻസേഴ്സ് അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യാം കേട്ടോ. So what is the answer? അത് കോഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്ട്ലി നമുക്ക് കോഡിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് അഗ്രിഗേറ്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഡോർ ആൻഡ് വിൻഡോയുടെ ഏരിയ ആയിട്ട് കമ്പയർ ചെയ്ത് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൊവിഷൻ വെക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ഒരു പ്രൊവിഷൻ വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കത്തില്ല, നമ്മുടെ ഒക്കുപ്പൻസിന് അഡിക്കേറ്റ് ലൈറ്റും വെന്റിലേഷനും ഒന്നും കിട്ടത്തില്ല ഒരു റൂമിൽ ഇരിക്കുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് ഫ്ലോർ ഏരിയയിൽ അപേക്ഷിക്കുമ്പോൾ നമുക്ക് ഏരിയ ഓഫ് ഡോർസ് ആൻഡ് വിൻഡോസ് ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പല ക്ലൈമറ്റിലും, ആരും കമന്റ് ചെയ്തിട്ടില്ല ഇതുവരെ, നമുക്ക് പല ക്ലൈമറ്റിലും പല വാല്യൂസ് ആണിത്. രണ്ടും നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡ്രൈ ഹോട്ട് ക്ലൈമറ്റ് ആണെങ്കിൽ, അതായത് വളരെ ഡ്രൈ ആയിട്ടുള്ള ഹോട്ട് ക്ലൈമാറ്റിക് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് മിനിമം 1/10 ഓഫ് ദ ഫ്ലോർ ഏരിയ എങ്കിലും എന്ത് കൊടുക്കണം, ഏരിയ ഓഫ് ഓപ്പണിങ്സ് കൊടുക്കണം, ഡ്രൈ ഹോട്ട് ക്ലൈമറ്റ് ആണെങ്കിൽ. ഓക്കെ, ഇനി വെറ്റ് ഹോട്ട് ക്ലൈമറ്റ് ആണെങ്കിൽ ഇതിന്റെ വാല്യൂ 1/9 ആണ്. ഓക്കെ, 1/9 അല്ല, സോറി 1/6 ആണ് കൊടുക്കാറ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് വാല്യൂം പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഏത് ക്ലൈമറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഏത് ടൈപ്പിലുള്ള ക്ലൈമറ്റ് ആണ് ക്വസ്റ്റിന് മെൻഷൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ദർ ഇസ് ആൻ ആംബിഗ്വിറ്റി. 1/6ഉം 1/10ഉം നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക്, പക്ഷെ ആൻസർ കീ കൊടുത്തിരിക്കുന്നത് 1/6 ആണ്. ഓപ്ഷൻ ഡി ആണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് അതായത് ക്ലൈമറ്റ് സ്പെസിഫൈ ചെയ്ത് ചോദിക്കുവാണെങ്കിൽ യു ഹാവ് ടു സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ആൻസർ, ഏതാണ് കറക്റ്റ് എന്നുള്ള രീതിയിൽ എടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ ഒരു രണ്ട് ആൻസേഴ്സ് വരുന്നതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. ഓക്കെ, സോ യുവർ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ പാർട്ട് ഓഫ് ദ ബിൽഡിംഗ് എബവ് ദ ഗ്രൗണ്ട് ലെവൽ ആൻഡ് അപ് ടു ദ ഫ്ലോർ ലെവൽ ഇമീഡിയറ്റ്ലി എബവ് ദ ഗ്രൗണ്ട്. അതായത് ഗ്രൗണ്ട് ലെവലിന് മുകളിൽ നിന്ന് ഫ്ലോർ ലെവൽ വരെ ആൻഡ് ഇമീഡിയറ്റ്ലി എബവ് ദ ഗ്രൗണ്ട് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ പ്ലിന്ത് ഏരിയ, ഓപ്ഷൻ ബി ഫോർമേഷൻ ലെവൽ, ഓപ്ഷൻ സി ഗ്രൗണ്ട് ലെവൽ ആൻഡ് ഓപ്ഷൻ ഡി പ്ലിന്ത്. ഗ്രൗണ്ട് ലെവലിന്റെ മേലെ അപ് ടു ദ ഫ്ലോർ ലെവൽ ആൻഡ് ഇമീഡിയറ്റ്ലി അബവ് ദ ഗ്രൗണ്ട് ലെവൽ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ
സോ എന്താണ് ഇവിടെ? പ്ലിന്ത് ആണ്. പ്ലിന്ത് ഏരിയയും പ്ലിന്തും കൂടെ തിരിഞ്ഞുകൊണ്ട് ഓപ്ഷൻ ഡി പ്ലിന്ത് ആണ്. ഈ പ്ലിന്ത് പോർഷൻ നമ്മൾ കൊടുക്കുന്നത് ആക്ച്വലി എന്തെങ്കിലും ഇൻസെക്റ്റോ അല്ലെങ്കിൽ ചെറിയ ചെറിയ അനിമൽസ് ഒക്കെ നമ്മുടെ ആ ഒരു സ്ട്രക്ചറിലേക്ക് ക്രോൾ ചെയ്ത് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പാർട്ടാണ് പ്ലിന്ത് എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈപ്സ് ഓഫ് ക്രാക്സ് ക്യാൻ ഒക്കർ ഇൻ എ ബിൽഡിംഗ്? ഒരു ബിൽഡിംഗിൽ എത്ര ടൈപ്പ് ഓഫ് ക്രാക്സ് നമുക്ക് ഒക്കർ ചെയ്യാൻ സാധിക്കും? 3, 4, 2, 6. യെസ്, പ്ലിന്ത്. അശ്വിത പറഞ്ഞിട്ടുണ്ട് പ്ലിന്ത് എന്നുള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ എളുപ്പമാണ്. ഹൗ മെനി ടൈപ്സ് ഓഫ് ക്രാക്സ് ക്യാൻ ഒക്കർ ഇൻ എ ബിൽഡിംഗ്? ഒരു ബിൽഡിംഗിൽ എത്ര ടൈപ്പ് ഓഫ് ക്രാക്ക് ഒക്കർ ചെയ്യാൻ പറ്റും? ഓപ്ഷൻ ഡി നേരത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കും അല്ലേ പറഞ്ഞ പ്ലിന്ത്. So what is your answer? 3, 4, 2, 6. ഓപ്ഷൻ സി 2 ആണ്. നമുക്ക് മെയിൻലി രണ്ട് തരത്തിലെ ക്രാക്സ് ആണ് ഉണ്ടാവുന്നത്. ഒന്ന് മൂവിങ് ക്രാക്കും ഒന്ന് നോൺ മൂവിങ് ക്രാക്കും ആണ്. ഓപ്ഷൻ എ 3. 4 രണ്ട് തരത്തിലേ ഉണ്ടാവും. മൂവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എന്താ പറയാ, നമ്മുടെ സ്ട്രെസ്സിൻ്റെ ഉള്ള വേരിയേഷൻ കാരണമൊക്കെ ഉണ്ടാകുന്നത്. 1 mm കൂടുതൽ ഡീപ്പായിട്ടുള്ള ക്രാക്സിനെയാണ് നമ്മൾ മൂവിങ് ക്രാക്സ് എന്ന് പറയുന്നത്. നോൺ മൂവിങ് ക്രാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം തിക്നെസ് കുറവായിട്ടുള്ളതിനെയാണ് നമ്മൾ നോൺ മൂവിങ് ക്രാക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് തരത്തിലെ ക്രാക്കാണ് നമുക്കൊരു ബിൽഡിങ്ങിൽ ഉണ്ടാവുക. ഓക്കെ, സോ യുവർ ആൻസർ ഇസ് ഓപ്ഷൻ സി 2. 2 ആണ് കറക്റ്റ് ആൻസർ. Next question, which of the following is the correct statement for the cross slope of the shoulder? ഷോൾഡറിന്റെ ക്രോസ് സ്ലോപ്പിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇറ്റ് ഇസ് ഫ്ലാറ്റർ than the cross slope of pavement. Its minimum value is 2%. It is 0.5% steeper than the cross slope of the pavement. Its value is equal to the cross slope of the pavement. അതായത് നമുക്കറിയാം, നമുക്ക് നമ്മുടെ പേയ്മെന്റിന്റെ പല കമ്പണന്റ് പാർട്സ് പഠിച്ചപ്പോൾ നമ്മൾ ആ റോഡ് പോകുന്ന പോർഷനെ നമ്മൾ എന്ത് പറയും? കാരേജ് വേ എന്ന് പറയും. കാരേജ് വേയുടെ രണ്ട് സൈഡിലും നമ്മൾ കുറച്ച് ഭാഗം വിടും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷോൾഡർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ക്രോസ് സ്ലോപ്പ് അഥവാ കേംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡിന്റെ ട്രാൻസ്വേഴ്സ് ഡിറക്ഷനിൽ കൊടുക്കുന്ന സ്ലോപ്പാണ്. അപ്പൊ ഇത് നമ്മുടെ കാരേജ് വേയിൽ കൊടുക്കുന്ന അത്രയും തന്നെ എന്ത് വേണ്ട, ഷോൾഡറിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഷോൾഡറിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ എന്തെങ്കിലും എമർജൻസി വരുമ്പോഴത്തേക്ക് വണ്ടി പാർക്ക് ചെയ്യാനോ, അതായത് ബ്രേക്ക് ഡൗൺ ഒക്കെ വരുമ്പോൾ നിർത്തിയിടാനോ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഷോൾഡർ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഷോൾഡറിന്റെ കേംബർ നമ്മുടെ കാരേജ് വേനെ അപേക്ഷിക്കുമ്പോൾ എന്താണ് വ്യത്യാസം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സ്റ്റീപ്പർ ആയിരിക്കോ, അത്രയും കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. SCJയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോ ഓപ്ഷൻ സി, ഇറ്റ് ഇസ് 0.5% സ്റ്റീപ്പർ ദാൻ ദ ക്രോസ് സ്ലോപ്പ് ഓഫ് ദ പേയ്മെന്റ്. പേയ്മെന്റിന്റെ ക്രോസ് സ്ലോപ്പിനേക്കാളും 0.5% സ്റ്റീപ്പർ ആണ്. ഓപ്ഷൻ സി ഈസ് യുവർ കറക്റ്റ് ആൻസർ. Next question, effective length of a column effectively held in position at both ends and restrained in direction at one end. നമുക്ക് കോളത്തിന്റെ എഫക്റ്റീവ് ലെങ്ത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 1 L, ഓപ്ഷൻ 2 0.67 L, ഓപ്ഷൻ സി 0.85 L, ഓപ്ഷൻ ഡി 1.5 L. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ അറ്റ് ബോത്ത് എൻഡ്സ് ആൻഡ് റീസ്ട്രെയിൻഡ് ഇൻ ഡയറക്ഷൻ അറ്റ് വൺ എൻഡ്. ഡിറക്ഷൻ, അതായത് നമുക്ക് ഒരു എൻഡ് എഫക്റ്റീവ്ലി ഹെൽഡും ആണ്, അവിടെ റീസ്ട്രെയിൻഡും ആണ്. സോ ഫിക്സഡ് ആണ്. അടുത്ത എൻഡ് എന്താണ്?
റീസ്ട്രെയിൻഡ് ഇൻ ഡിറക്ഷൻ ആണ്, അതായത് ഹിഞ്ച്ഡ്, ഫിക്സഡ് ഹിഞ്ച്ഡ് ആണ് നമ്മുടെ. അപ്പൊ രണ്ടിടത്തും പൊസിഷനിൽ ഹോൾഡ് ആണ്, അതുപോലെ തന്നെ റൊട്ടേഷൻ അല്ലെങ്കിൽ നമ്മുടെ മൂവ്മെന്റും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത് ആണ് ഒരു സ്ഥലത്ത്. അപ്പൊ ഒരിടത്ത് ഫിക്സഡ് ആണ്, അവിടെ മൂവ്മെന്റിന്റെ കാര്യം റീസ്ട്രെയിൻഡ് ഇൻ ഡിറക്ഷൻ അറ്റ് 1 ആണ്. അപ്പൊ നമുക്ക് എന്താ വരാ, ഫിക്സഡ് ഹിഞ്ച്ഡ് ആണ് വരാം. അപ്പൊ നമ്മള് എഫ് ഉണ്ടോ, L/√2 വരും. അപ്പൊ 0.707 ആണ് വരിക. എന്നാലും നമുക്ക് ഇവിടെ റെക്കമെൻഡഡ് വാല്യൂസ് ആണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്, അതായത് 0.85 അല്ല, ഓപ്ഷൻ 3 ആണ് വരിക. എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ അറ്റ് ബോത്ത് എൻഡ്, രണ്ടെന്നും എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ, പക്ഷെ ഒരു സ്ഥലത്ത് ആൻഡ് റീസ്ട്രെയിൻ ഇൻ ഡയറക്ഷൻ അറ്റ് 1 എൻഡ്, രണ്ടെന്നും റീസ്ട്രെയിൻ ഇൻ ഡയറക്ഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പറയായിരുന്നു, പക്ഷെ ഇത് 1 എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ക്വസ്റ്റ്യൻ വായിച്ച് കണ്ടീഷൻ മനസ്സിലാക്കി എഴുതാം കേട്ടോ, തെറ്റിക്കരുത്. Next question, a structural member subjected to a tensile force in a direction parallel to its longitudinal axis is generally known as. ഒരു സ്ട്രക്ചറൽ മെമ്പർ ആണ്, അതിന്റെ ലോങ്ങിറ്റ്യൂഡിനൽ ആക്സിസിൽ ടെൻസൈൽ ഫോഴ്സ് ആണ് വിധേയമായിട്ടുള്ളതെങ്കിൽ അതിനെ നമ്മൾ ജനറലി എന്ത് പേരിട്ട് വിളിക്കും? a tie member, a tension member, all options are correct. യെസ്, ഓൾ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഇതിന് എല്ലാ പേരും ടൈ എന്ന് പറയാം, ടൈ മെമ്പർ എന്ന് പറയാം, ടെൻഷൻ മെമ്പർ എന്ന് പറയാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ടൈ എന്നും പറഞ്ഞൂടെ, ടെൻഷൻ മെമ്പർ, ടൈയും ഒരു ടെൻഷൻ മെമ്പർ തന്നെയാണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following unit kinematic viscosity of fluid is expressed? Kinematic viscosity എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഡൈൻ സ്റ്റോക്സ്. യെസ്, ഓപ്ഷൻ ഡി സ്റ്റോക്ക്. സ്റ്റോക്ക് ആണ്, കൈനമാറ്റിക് ആണ്. ഡൈനാമിക് ആണെങ്കിൽ എന്ത് വന്നേനെ ആൻസർ? ഡൈൻ എന്തായാലും വരത്തില്ല. ഡൈൻ എന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ആനുവൽ ഇൻകം ആൻഡ് ആനുവിറ്റി, ആനുവൽ ഇൻകം ആൻഡ് ഇൻട്രസ്റ്റ്, ആനുവൽ ഇൻകം ആൻഡ് സിങ്കിങ് ഫണ്ട്, ആനുവൽ ഇൻകം ആൻഡ് ഇയേഴ്സ് പർച്ചേസ്. കമന്റ് ചെയ്തോളൂ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് എന്താണ്? ആനുവൽ ഇൻകം ആൻഡ് ഇയേഴ്സ് പർച്ചേസ്. ഓപ്ഷൻ ഡി. പ്ലസ്സോ? സിങ്കിങ് ഫണ്ട് ആണോ? സിങ്കിങ് ഫണ്ട് ആണോ? ഒന്നുകൂടി, ആനുവൽ ഇൻകം ആൻഡ് ഇയേഴ്സ് പർച്ചേസ് ആണ്. ഓപ്ഷൻ ഡി ഈസ് യുവർ കറക്റ്റ് ആൻസർ. Next question, for the construction of cement concrete floor, the maximum permissible size of aggregate 4 mm, 6 mm, 8 mm, 10 mm. Cement concrete floor ne maximum permissible size of aggregate 4, 6, 8, 10. അറിയത്തില്ലെങ്കിൽ എഴുതാതിരിക്കാൻ നോക്കുക. ജസ്റ്റ് അടിക്കേണ്ട കാര്യം, നമുക്ക് പിന്നെ ഒരു ടെൻഡൻസി വരും. ഓപ്ഷൻ ഡി 10 mm ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. 10 mm ആണ് നമുക്ക് സിമെന്റ് കോൺക്രീറ്റ് ഫ്ലോറിന് മാക്സിമം കൺസ്ട്രക്ഷനുള്ള മാക്സിമം പെർമിസിബിൾ സൈസ് ഓഫ് അഗ്രിഗേറ്റ്. 6 അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻ എ റെക്ടാങ്കുലർ ബീം ഇസ് 1.25 ടൈംസ് ദ ആവറേജ്, 1.5 ടൈംസ് ദ ആവറേജ്,
1.75 times the average, 2 times the average. Answer option A, 1.25 times of. Maximum shear stress is equal to എത്ര times ആണ് average? Option B, 1.5 times the average. നമുക്ക് കിട്ടുക tau max is equal to 3/2 F by BD എന്ന് വരും. ഇതിൽ tau average is equal to force by area. So tau max is equal to 3/2 tau average. 3/2 ന്റെ വാല്യൂ എത്ര വരെ? 1.5. Answer is option B. അടുത്ത ക്വസ്റ്റ്യൻ, മാക്സിമം പെർമിറ്റഡ് സ്പേസിംഗ് ഓഫ് മെയിൻ ബാർസ് ഇൻ എ സ്ലാബ്. സ്ലാബില് മെയിൻ ബാറിന്റെ സ്പേസിംഗ് 100 mm, 3D, 5D, 450 mm. മെയിൻ ബാർസ് ഇൻ എ സ്ലാബ്. ഓപ്ഷൻ ബി 3D. ഓക്കെ, അപ്പൊ കോഡ് പ്രകാരം നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് മിനിമം ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. സ്ലാബിന്റെ കേസിൽ അറിയാവുന്നവർ പറഞ്ഞോ, മിനിമം ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എത്ര വരിക? മിനിമം ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് അപ്പോൺ ദ ഗ്രേഡ് ഓഫ് സ്റ്റീൽ. നമ്മൾ FE 415 ആണോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ FE 250 ആണോ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് മാറും? മിനിമം ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് മാറും. എന്തിന്റെ കേസിലാണ്? നമുക്ക് നമ്മുടെ മെയിൻ ബാർസ് ഇൻ ദ സ്ലാബ്. ഓക്കെ, അപ്പൊ FE 415 എത്ര വരിക? നമുക്ക് 0.12% ഓഫ് ടോട്ടൽ ഏരിയയും, അതുപോലെ തന്നെ FE 450 ആണെങ്കിൽ ഇറ്റ് ഇസ് 0.15% ഓഫ് ടോട്ടൽ ഏരിയ ആണ് നമുക്ക് മിനിമം ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് വരാം. ഓക്കെ, ഇനി അടുത്തത് മാക്സിമം ഡയാമീറ്റർ സ്റ്റീൽ ബാറിന്റെ. മാക്സിമം ഡയാമീറ്റർ ഓഫ് സ്റ്റീൽ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക? നമുക്ക് 5 max is equal to thickness of slab by 8. ഇതൊക്കെ ചോദിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇത് രണ്ടും പറഞ്ഞത് എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട്. Okay, next question. The diameter of the main reinforcement in a slab is 16 mm. The concrete cover to main bar is. The diameter of the main reinforcement in a slab is 16 mm. The concrete cover to main bars is. Option A 12 mm, option 2 13 mm, option 3 14 mm, option D 16 mm. കമന്റ് ചെയ്തോളൂ.
14 ആണോ? എന്താണ് നമ്മുടെ കോഡൽ പ്രൊവിഷൻ എന്ന് പറയുന്നത്? കവർ ടു മെയിൻ ബാസ്. It should not be less than what? It should not be less than the diameter of the bar. അതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. ഓർത്ത് വെക്കണം. Should not be diameter of the bar എത്ര ഇവിടെ പറഞ്ഞേക്കുന്നത്? 16 mm ആണ്. അതിൽ കുറയാൻ പാടില്ല. So it is option D. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The maximum deflection due to a uniformly distributed load W per unit length over the entire span of a cantilever of length L and flexural rigidity EI is given by WL cube by 3EI, WL raised to 4 by 3EI, WL raised to 4 by 8EI, WL raised to 4 by 12EI. The maximum deflection due to uniformly distributed load W per unit length over the entire span of a cantilever beam. Yes, option 3, WL raised to 4 by 8EI. Correct. ഓർത്ത് വെക്കാൻ ടിപ്പ് നമ്മുടെ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ കയറി കാണുക കേട്ടോ, എങ്ങനെയാണ് ഓർത്ത് വെക്കേണ്ടതെന്നുള്ളത്. ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന പോയിന്റ് നമുക്കൊരു മാക്സിമം ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അവിടെ നമുക്ക് എന്തുണ്ടാവും? ഒരു സ്ലോപ്പ് തീറ്റ ബി ഉണ്ടാവും. അത് എൻ്റെ വാല്യൂസ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സോ മാക്സിമം വാല്യൂ ഓഫ് തീറ്റ മാക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? WL ക്യൂബ് ബൈ 6EIയും ഡിഫ്ലക്ഷൻ Y മാക്സ് WL raised to 4 by 8EI. Correct answer is option 3. Make a poly lecture exam date. എക്സാം ഡേറ്റ് ഇതുവരെ നവംബറിൽ വരെ പബ്ലിഷ് ചെയ്ത എക്സാമിൻ്റെ കലണ്ടർ പ്രകാരം ഇല്ല. ഇനി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഡിസംബറിലെ സിലബസ് കലണ്ടർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അല്ലാണ്ട് വി കാൻ പ്രെഡിക്റ്റ് എനിത്തിങ്. Okay, അടുത്ത ക്വസ്റ്റ്യൻ. The moment of inertia of a triangular section of height h and base b about its base. ബേസിന് അബൌട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? BH ക്യൂബ് ബൈ 12. ഓപ്ഷൻ 3 കറക്റ്റ് ആണ്. അറിയത്തില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മറന്നങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സെൻട്രോയിഡിന്റെ എത്രയാണ്? BH ക്യൂബ് ബൈ 36 ആണ്. സോ നമുക്കിപ്പോൾ ഇത് AB ആണെങ്കിൽ പാരലൽ ആക്സിസ് തിയറം വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. So IAB is equal to IG plus AH square BH cube by 36 plus half BH into H ന്റെ വാല്യൂ H by 3 the whole square. അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ഫൈനലി BH cube by 12 എന്ന് തന്നെ കിട്ടും. ഓർത്ത് വെക്കാമെങ്കിൽ അത്രയും നല്ലത് അവിടെ നിന്ന് ചെയ്യേണ്ട. ഓക്കെ, ഇനി നമുക്ക് ടോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. If a solid shaft diameter 20 cm, length 400 cm and n is equal to 0.8 into 10 raised to 5 Newton per mm square, when subjected to a twisting moment, produces maximum shear stress of 50 Newton per mm square. Angle of twist in radians is. Options വേണമെങ്കിൽ തരാം.
Option A 0.001, option B 0.002, option C 0.025, option D 0.004. കിട്ടിയോ? ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്? ടോർഷൻ ഇക്വേഷൻ ഉപയോഗിക്കണം. വാട്ട് ഇസ് ടോർഷൻ ഇക്വേഷൻ? tau by r is equal to g theta by l is equal to t by j. ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ആണ്. സോ തീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഹിയർ മാക്സിമം ഷിയർ സ്ട്രെസ് ഒക്കെ തന്നിട്ടുണ്ട്. സോ ഈ പോർഷൻ ആണ് എടുക്കേണ്ടത് അല്ലേ. സോ tau by r is equal to g theta by l. ടൗവിന്റെ വാല്യൂ എത്രയാണ്? മാക്സിമം ഷിയർ സ്ട്രെസ് 50 തന്നിട്ടുണ്ട്. 50 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. ആറിന് നമുക്ക് എന്താ ഡയമീറ്റർ ആണ് 20 സെന്റിമീറ്റർ തന്നേക്കുന്നത്. സോ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു മില്ലിമീറ്ററിലോട്ട് മാറ്റുമ്പോഴത്തേക്ക്, സിൻസ് ഇതെല്ലാം ന്യൂട്ടൺ പെർ mm സ്ക്വയർ ഒക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. സോ 200 മില്ലിമീറ്റർ എന്ന് വരും. സോ 200 by 2 റേഡിയസ് ആണ് ഡയമീറ്ററിന്റെ പകുതി. 200 by 2 is equal to ജിന്റെ വാല്യൂ അല്ലെങ്കിൽ എന്നും ജി എല്ലാം എന്താണ്? മോഡുലസ് ഓഫ് റിജിഡിറ്റി തന്നെ. 0.8 into 10⁵ into theta divided by length എത്രയാണ്? 400 സെന്റിമീറ്റർ ആണ്. ദാറ്റ് ഇസ് 4000 mm. ഇതിൽ നിന്ന് യു ക്യാൻ കാൽക്കുലേറ്റ് തീറ്റ. തീറ്റ ഇസ് ഈക്വൽ ടു 500 into 4000 divided by 100 into 0.8 into 10⁵. കമന്റ് ചെയ്തോളൂ ആൻസർ. യെസ്, ഓപ്ഷൻ 3. കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം എല്ലാവരും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഇത് ലോഡ് ഓൺ എ സ്പ്രിംഗ് പെർ യൂണിറ്റ് ഡിഫ്ലക്ഷൻ ഇസ് സ്റ്റിഫ്നെസ്, പ്രൂഫ് റെസിലിയൻസ്, പ്രൂഫ് സ്ട്രെസ്, പ്രൂഫ് ലോഡ്. Stiffness, yes, option 1 stiffness, correct. Next question. The equivalent length of a column of length L having one end fixed and other end free. Fixed free.
എഫിന് പകരം √2 വെച്ച് റീപ്ലേസ് ചെയ്യുക. സോ √2 ഇൻറ്റു √2 L വരും. ഇനി ന്യൂമറേറ്ററിൽ 2 ന്യൂമറേറ്ററിൽ കൊടുക്കണോ അല്ലെ L/2 കൊടുക്കണോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യുക, സെക്കൻഡ് നോക്കുക. സെക്കൻഡ് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഡി, സെക്കൻഡ് ടേമിനകത്ത് ഡി എന്ന് പറയുന്ന ആ ഒരു ആൽഫബറ്റ് ഉണ്ടെങ്കിൽ give that 2 in the denominator. അപ്പോൾ ഇവിടെ ഡി എന്ന് പറയുന്ന വാക്ക് സെക്കൻഡ് ടേമിൽ ഇല്ല. സോ യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ ദ ന്യൂമറേറ്റർ itself. So 2L. ഓപ്ഷൻ 1. Yes, 1. Next question. The most effective farming method for returning minerals to the soil. സോയിലിലേക്ക് മിനറൽസ് റിട്ടേൺ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മോസ്റ്റ് എഫക്റ്റീവ് ഫാമിംഗ് മെത്തേഡ് ഏതാണ്? കോണ്ടോർ പ്ലൗവിംഗ്, ടെറസിംഗ്, ക്രോപ്പ് റൊട്ടേഷൻ, ഫറോയിങ്. സിവിൽ ലെക്ചർ ഡേറ്റ് വന്നിട്ടില്ല. നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തിട്ടില്ലേ ഉള്ളൂ. അടുത്ത വർഷമൊക്കെ കാണത്തുള്ളൂ എക്സാം. എന്താണ് നമ്മുടെ സോയിൽ നിന്ന് നഷ്ടപ്പെട്ട മിനറൽസിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന എഫക്റ്റീവ് ഫാമിംഗ് മെത്തേഡ് ഏതാണ്? ക്രോപ്പ് റൊട്ടേഷൻ, ഓപ്ഷൻ സി. അതായത് ക്രോപ്സ് മാറ്റി മാറ്റി കൊടുക്കുക എന്നുള്ളത്. ഒരേ ക്രോപ്പ് തന്നെ ഒരിടത്ത് കൾട്ടിവേറ്റ് ചെയ്ത് ക്രോപ്സ് മാറ്റി മാറ്റി കൊടുക്കുക. Crop rotation. Next, consider the following statement regarding aggregates. Dry aggregates absorb water from mixing water and thus affects the workability. Aggregates containing surface moisture contribute extra moisture. The free moisture contained in fine aggregate results in reduction of volume. The free moisture contained in coarse aggregate results in bulking of volume. Of these statements, options 1 and 2 are correct. 2 and 3 are correct. 3 and 4 are correct. 1 and 4 are correct. ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? കമന്റ്സ് വരാത്തതാണോ നിങ്ങൾ പറയാത്തതാണോ? ഓപ്ഷൻ 1 and 2 ആർ കറക്റ്റ് അല്ലേ? ഡ്രൈ അഗ്രിഗേറ്റ്സ് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, സർഫസ് ഡ്രൈ ആണ്. അപ്പോൾ വെള്ളം വരുമ്പോഴത്തേക്ക് നാച്ചുറലി എന്ത് ചെയ്യും, അത് മിക്സിംഗ് വാട്ടറിൽ നിന്ന് വെള്ളം അബ്സോർബ് ചെയ്യും. ദെൻ സെക്കൻഡ് വൺ, അഗ്രിഗേറ്റ്സ് കണ്ടെയ്നിങ് സർഫസ് മോയ്സ്ചർ. സർഫസ് മോയ്സ്ചർ ഉള്ള എന്ത് ചെയ്യും, എക്സ്ട്രാ മോയ്സ്ചർ കൊടുക്കുകയും ചെയ്യും. അത് രണ്ടും കറക്റ്റ് ആണ്. പക്ഷെ ഫ്രീ മോയ്സ്ചർ ഇൻ ഫൈൻ അഗ്രിഗേറ്റ് റിസൾട്ട്സ് ഇൻ റിഡക്ഷൻ ഇൻ വോളിയോ അല്ലെങ്കിൽ കോസ് അഗ്രിഗേറ്റിലുള്ള ഫ്രീ മോയ്സ്ചർ ബൾക്കിംഗ് ഒന്നും ഉണ്ടാക്കത്തില്ല. കാര്യം നമുക്ക് ബൾക്കിംഗ് ഓഫ് സാൻഡ് എന്ന് പറയുന്ന ഫൈൻ അഗ്രിഗേറ്റിനുള്ള പ്രോപ്പർട്ടി, അത് തന്നെ തിരിച്ചെഴുതിയേക്കും. സോ യുവർ കറക്റ്റ് ആൻസർ ഇസ് 1 and 2. സ്റ്റേറ്റ്മെന്റ്സ് 1 and 2 ആർ കറക്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സാമ്പിൾ ഓഫ് സിമെന്റ് സെഡ് ടു ബി സൗണ്ട് വെൻ ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻസ് ഫ്രീ ലൈം, സിലിക്ക, അയൺ ഓക്സൈഡ്, അലൂമിന. ഇത് വേഗം പറയാൻ പറ്റും. നമുക്ക് എപ്പോഴാണ് ഒരു സിമെന്റ് സാമ്പിള് സൗണ്ട് ആണെന്ന് പറയുന്നത്? ഏത് കോമ്പൗണ്ട് ഇല്ലെങ്കിലാണ് നമ്മൾ ആ ഒരു സിമെന്റ് സാമ്പിള് സൗണ്ട് ആണെന്ന് പറയുന്നത്? ഏതാണ്? Yes, option 1, lime. അടുത്ത question, pick up the correct statement from the following. Density of normal concrete is about 2400 kg per meter cube. Density of lightweight concrete is about 1900 kg per meter cube. Density of heavy concrete is about 3580 kg per cubic meter. All options are correct. Slime correct ആണ് നേരത്തെ പറഞ്ഞു.
ഇതിന് ആൻസർ പറഞ്ഞു. ഇതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? നോർമൽ കോൺക്രീറ്റിന്റെ ഡെൻസിറ്റി, ലൈറ്റ് വെയിറ്റ് കോൺക്രീറ്റിന്റെ ഡെൻസിറ്റി, അതുപോലെ തന്നെ ഹെവി കോൺക്രീറ്റിന്റെ ഡെൻസിറ്റി ആണ് തന്നിരിക്കുന്ന വാല്യൂസ്. All are correct. Option 4 all are correct. Anita correct ആണ് പറഞ്ഞത്. Next question നോക്കാം. The cement become useless if its absorbed moisture content exceeds 0.01, 0.02, 0.03, 0.05. എപ്പോഴാണ് നമുക്ക് ഒരു സിമെന്റ് യൂസ്ലെസ് ആയി മാറുന്നത്? അബ്സോർബ് ചെയ്തെടുക്കുന്ന കോൺക്രീറ്റ് മോയ്സ്ചർ എത്രയിൽ കൂടുമ്പോഴാണ്? പറയാമോ? ഓപ്ഷൻ ഡി 0.05 കൂടുമ്പോഴാണ് കേട്ടോ. Next question. For concreting the surface of the runways, roads and pavement, the aggregate impact value shall not exceed by weight 0.2, 0.25, 0.3, 0.45. അഗ്രിഗേറ്റിനകത്ത് നമ്മൾ പഠിക്കുന്ന അഗ്രിഗേറ്റ് ഇമ്പാക്ട് ടെസ്റ്റ് പഠിക്കുന്നതാണ്. അഗ്രിഗേറ്റ് ഇമ്പാക്ട് ടെസ്റ്റിൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ട് എക്സ്പ്രസ് ആസ് അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ. ഇപ്പൊ നമ്മൾ റോഡ് റൺവേയുടെ സർഫസോ അല്ലെങ്കിൽ റോഡ് പേയ്മെന്റ് അതൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കോൺക്രീറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റ്സിന്റെ ഇമ്പാക്ട് വാല്യൂ എത്രയും കൂടാൻ പാടില്ല? Option 3 0.3 ആണ് കറക്റ്റ് ആൻസർ. Next question. A concrete using an air entrained cement has strength less than 10 to 15%, has more resistance to weathering, is more plastic and workable, is free from segregation and bleeding. എന്താണ് കറക്റ്റ് ആൻസർ? എയർ എൻട്രെയിൻഡ് സിമെന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റിന് എന്താ പ്രത്യേകത? ഇറ്റ് ഇസ് മോർ പ്ലാസ്റ്റിക് ആൻഡ് വർക്കബിൾ. ഓപ്ഷൻ 3 is more plastic and workable. മനസ്സ് വരാത്തതാണോ അതോ നിങ്ങൾ പറയാത്തതാണോ? ഇതിന്റെ ആൻസർ പറയുന്നത് മെത്തേഡ് ഓഫ് കീപ്പിംഗ് കോൺക്രീറ്റ് wet to enable it to attain full strength is known as. ഇത് പറയാലോ. യെസ്, ക്യൂറിങ്. ഓപ്ഷൻ 1 ക്യൂറിങ്. ഇതുപോലെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇതുപോലെ ചിലപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്തെടുത്ത് അതിന് ആൻസർ ചെയ്യാൻ എന്തായാലും ശ്രമിക്കുക. അത് നമ്മൾ ഒരേ ഓർഡർ, ഇപ്പം 1, 2, 3 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് വായിച്ചു പോയാൽ ചിലപ്പോൾ ഇടയ്ക്കായിരിക്കും ഈ ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ കിടക്കുന്നത്. മേ ബി നമ്മുടെ അത് കണ്ണിൽ പെടാതെ പോവാം. അതുകൊണ്ട് എപ്പോഴും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതത്തുള്ളൂ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകാൻ ശ്രദ്ധിക്കണം. Next question. Segregation is responsible for honeycombed concrete, porous layers in concrete, surface scaling in concrete. All options are correct.
പറഞ്ഞോ segregation is responsible for. പറഞ്ഞാൽ ഏത് കാരണത്തിനാണ് segregation റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? യെസ്, ഓൾ ആർ കറക്റ്റ്. ഹണികോംഡ് കോൺക്രീറ്റ് ഉണ്ടാവാനും പോറസ് ലെയർ ഉണ്ടാവാനും സർഫസ് സ്കെയിലിംഗ് ഉണ്ടാവാനെല്ലാം സെഗ്രിഗേഷൻ ആവശ്യം. Next question, the maximum dry density and optimum moisture content of a soil is given by 1.65 gram per cc and 20.5% respectively. What is the percentage of air content of soil at optimum moisture content if specific gravity of particles is given by 2.65? 10.4, option B 15.5, option C 26.8 and option D 35.7. നമുക്ക് പെർസെൻറ്റേജ് ഓഫ് എയർ കണ്ടന്റ് ആണ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റിൽ കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയും ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റും തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പെർസെൻറ്റേജ് ഓഫ് എയർ കണ്ടന്റ്. So gamma dry is equal to എന്താണ് നമ്മുടെ ഇക്വേഷൻ? G gamma W divided by 1 plus E. Okay, dry density എത്രയാണ്? 1.65 gram per cc is equal to specific gravity 2.61 into gram per cc and gamma W 1 divided by 1 plus C. ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? E കണ്ടുപിടിക്കാം. So E 2.65 is equal to 1.65 plus 1.65 E. 1 divided by 1.65. 0.606 എന്ന് എഴുതാം. E കിട്ടി. ഇനി നമുക്ക് എയർ കണ്ടന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ SE is equal to WG. ഇതിനകത്ത് E അറിയാം. So you can find out degree of saturation. Water content അറിയാം, moisture content തന്നിട്ടുണ്ട്, specific gravity തന്നിട്ടുണ്ട്. So S is equal to W ന്റെ വാല്യൂ 20.5 ആണ്. 0.205 into 2.65 divided by 0.606. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ S കിട്ടും. അപ്പോൾ അത് നമുക്കറിയാം എയർ കണ്ടന്റ് പ്ലസ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ അതിൽ നിന്ന് എയർ കണ്ടന്റ് കണ്ടുപിടിക്കാൻ 1 മൈനസ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എടുക്കാം. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ നമുക്ക് കിട്ടാം 0.896 ആട്ടോ. ഇത് സോൾവ് ചെയ്യണം. എയർ കണ്ടന്റ് AC is equal to 1 minus 0.896. 1.104, that is 10.4, option A. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡ്രൈ ഡെൻസിറ്റിയിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? E വാല്യൂ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിച്ചു. പിന്നെ ആഫ്റ്റർ ദാറ്റ് ഫ്രം ദാറ്റ് വി ഫൗണ്ട് ഔട്ട് എയർ കണ്ടന്റ്. Which of the following type of roller is most suitable for proof rolling, subgrade sand for finishing operation of fields with clay or sandy soil? Clay അല്ലെ സാൻഡി സോയിലിൻ്റെ എന്താ പറയുക, നമ്മുടെ കോമ്പാക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രൂഫ് റോളിംഗ് എന്ന് പറഞ്ഞാൽ റോളിംഗ് ആണ് ജസ്റ്റ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലേ സാൻഡി സോയിൽസ് വരുന്നത്, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റോളർ ഏതാണ്? ന്യൂമാറ്റിക് റബ്ബർ ടയർഡ് റോളർ, ഷീറ്റ് ഫുഡ് റോളർ, സ്മൂത്ത് വീൽ റോളർ, വൈബ്രേറ്ററി റോളർ. Option 3, smooth wheel roller. Next question, the ratio focal length
of the objective to study a interval is called? Additive factor, multiplying factor, staff interval, subtractive factor. എളുപ്പമുള്ള ക്വസ്റ്റൻ അല്ലേ? പറഞ്ഞ ആൻസർ. ആൻസർ പറയൂ. എഫ് ബൈ ഐ, ഫോക്കൽ ലെങ്ത് സ്റ്റഡി ഐ ഇന്റർവെൽ. എഫ് ബൈ ഡി. എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? അഡിറ്റീവ് കോൺസ്റ്റന്റ് ആണോ, മൾട്ടിപ്ലിക്കേഷൻ കോൺസ്റ്റന്റ് ആണോ, എന്താണ്? മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റന്റ്, ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ. Calculate the additive and multiplying constant if focal length of the objective glass is 250 mm, steady intercept is 2 mm, and distance of the instrumental axis from the center of object glass is 190 mm. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞ അഡിറ്റീവ് ആൻഡ് മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റന്റ് വാല്യൂ. ഓക്കെ, സോ ഇറ്റ് ഇസ് ഗിവൺ എഫ് ഇസ് ഈക്വൽ ടു എത്രയാണ്? ഫോക്കൽ ലെങ്ത് 250 mm. ആൻഡ് ഐ ഇസ് ഈക്വൽ ടു 2 mm. പല ബുക്കിൽ ഐ ഡി ഒക്കെ കൊടുക്കാറുണ്ട്. ഇവിടെ ഞാൻ ഐ എന്ന് കൊടുക്കുകയാണ്. ഡി ഇസ് 190 mm. സോ നമുക്ക് ഫസ്റ്റ് മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഡി ഇസ് ഈക്വൽ ടു കെ എസ് പ്ലസ് സി ആണ്. അതിൽ മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റന്റ് കെയും അഡിറ്റീവ് കോൺസ്റ്റന്റ് സിയും ആണ്. സോ മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റന്റ് കെ കണ്ടുപിടിക്കാൻ ഇറ്റ് ഇസ് എഫ് ബൈ ഐ. എഫിന്റെ വാല്യൂ 250 ബൈ 2 ഇസ് 125 mm. ഇനി സിയുടെ വാല്യൂ ഇറ്റ് ഇസ് എഫ് പ്ലസ് ഡി. എഫിന്റെ വാല്യൂ എത്രയാണ്? 250 plus 190, 440 mm. So your correct answer is option D, 440 and 125, because additive and multiplying constant എന്നാ ചോദിച്ചിരിക്കുന്നത്. So option 4. അടുത്ത question. What is the function of plumbing fork in a plane table survey? Used for centering plane table, used for leveling plane table, used for orientation of plane table, used for sighting the object. എന്താണ് കറക്റ്റ് ആൻസർ? പ്ലംബിംഗ് ഫോർക്ക് എന്തിനാ ഉപയോഗിക്കുന്ന പ്ലെയിൻ ടേബിളിലുള്ള? പ്ലെയിൻ ടേബിൾ സെൻറ്റർ ചെയ്യാൻ വേണ്ടി. 1. യൂസ് ഫോർ സെൻറ്ററിങ് പ്ലെയിൻ ടേബിൾ. Next question. Which of the following is true for correction for curvature? It is proportional to distance between staff and instrument.
It is always negative and proportional to square of distance between staff and instrument. It is always positive and proportional to the square of distance between the staff and instrument. It is always positive and proportional to the distance between the staff and instrument. Correction for curvature ആണ്. ഞാൻ പറഞ്ഞ കമന്റ് ഏതാണ് ആൻസർ വരിക? Option 2, it is negative and proportional to this. Correction for curvature ആണ്. മൈനസ് ഇട്ടാണ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്. So it is negative and is proportional to the square of distance between staff and instrument. അടുത്ത question. The void ratio of a sample is given by 0.58. What is the porosity of the sample? Simple question ആണ്. Void ratio 0.58 ആണ്. What is its porosity? E divided by 1 plus E. ഇതൊരു ആൻസർ 0.36 ആണ്. കറക്റ്റ്. ഓപ്ഷൻ 2 0.367. Next question, which of the following statement is not correct for the principle of surveying? Location of a point with respect to two reference. Major control points are measured with lower degree of precision. Minor control points are measured with higher degree of precision. Working from part to whole. It's not the correct principle എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കറക്റ്റ് പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതാണ്? നമുക്കറിയാം എന്താണ് വർക്കിംഗ് ഫ്രം പാർട്ട് ടു ഹോൾ അല്ല, ഹോൾ ടു പാർട്ട് ആണല്ലേ. ഹോൾ ടു പാർട്ട് ആണ്. ഓപ്ഷൻ ഡി തെറ്റാണ്. This following is not correct എന്നാണ് ക്വസ്റ്റ്യൻ. Okay, next question. The backside reading taken from a level at a benchmark is 1.56 meter and a foresight at a point A is taken on an inverted staff is 1.65 meter. Calculate the reduced level of the point A if the reduced level of the benchmark is 150 meter. The backside reading taken on a level at a benchmark is 1.56 meter. നമ്മൾ എന്താ ചെയ്തിരിക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട് നമുക്കിവിടെ. ഒന്ന് ജസ്റ്റ് പടം വരയ്ക്കാം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു എ എന്ന് പറയുന്ന ബെഞ്ച് മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഈ ബെഞ്ച് മാർക്കിൽ എടുത്ത സ്റ്റാഫ് റീഡിംഗ് ആണ് നമുക്ക് എത്ര കിട്ടിയത്? 1.56 meter. And a foresight at a point A is taken on an inverted staff is 1.65 meter. അപ്പോൾ ഇത് O കൊടുത്തോളൂ. എ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ ഫോർസൈറ്റ് എടുക്കുകയാണ്. ഫോർസൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ് ആണ്. സോ 1.65 മൈനസ് കാൽക്കുലേറ്റ് ദ റെഡ്യൂസ് ലെവൽ ഓഫ് ദ പോയിന്റ് എ. പോയിന്റ് എയുടെ റെഡ്യൂസ് ലെവൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇഫ് ദ റെഡ്യൂസ് ലെവൽ ഓഫ് ദ ബെഞ്ച് മാർക്ക് ഇസ് 150 മീറ്റർ. ബെഞ്ച് മാർക്കിന്റെ റെഡ്യൂസ് ലെവൽ 150 മീറ്റർ ആണെങ്കിൽ വാട്ട് ഇസ് ദ റെഡ്യൂസ് ലെവൽ ഓഫ് ദ പോയിന്റ് എ? ഓപ്ഷൻസ് തരാം. 146.79, option B 149.91, option C 152.8, option D 153.21. ഫസ്റ്റ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കാം. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എത്ര വരിക? 150 പ്ലസ് 1.56.
151.56 മീറ്റർ. നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ? റെഡ്യൂസ് ലെവൽ ഓഫ് ദ പോയിന്റ് എ. നമുക്ക് ഈ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ ഇത്രയുമാണ്. സോ 151.56 മൈനസ് ഫോർസൈറ്റ് ആണ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് ഇൻവേർട്ടഡ് റീഡിംഗ് ആയതുകൊണ്ട് എന്ത് വരും? മൈനസ് ഓഫ് മൈനസ് വരും. സോ 1 പോയിന്റ് മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ പ്ലസ് വരും. 11, 12, 153.21. ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is a unit of measurement for the sill of window? വിൻഡോ സില്ലിന്റെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്യൂബിക് മീറ്റർ, മീറ്റർ, നമ്പർ, സ്ക്വയർ മീറ്റർ. നമ്മൾ വിൻഡോ സില്ലൊക്കെ നമ്പറിലാണ് പറയുക. ഓപ്ഷൻ 3 നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് പ്ലാസ്റ്ററിംഗ് റിക്വയർഡ് ഫോർ എ വാൾ ഓഫ് 4 meter long, 3.5 meter high and 300 mm thick if the rate of plastering is ₹12 per square meter. 12 രൂപ ഓരോ സ്ക്വയർ മീറ്ററിനും റേറ്റ് ഓഫ് പ്ലാസ്റ്ററിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്ററിങ്ങിന് വേണ്ട കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു വാൾ ഉണ്ടെങ്കിൽ 2 വശവും പ്ലാസ്റ്റർ ചെയ്യണം നോക്കാം. സോ കോസ്റ്റ് ഓഫ് പ്ലാസ്റ്ററിംഗ് ഇസ് ഈക്വൽ 2 ഇൻറ്റു 2 സൈഡും പ്ലാസ്റ്റർ ചെയ്ത് കൊടുക്കണം. ഇൻറ്റു സ്ക്വയർ മീറ്റർ അല്ലേ തന്നേക്കുന്നത്. 12 രൂപ പെർ സ്ക്വയർ മീറ്റർ ആണ്. സ്ക്വയർ മീറ്ററിൽ നമുക്ക് കണ്ടുപിടിക്കാൻ 4 ഇൻറ്റു 3.5 ഇൻറ്റു ഇത്രയും ഒരു സ്ക്വയർ മീറ്റർ ഇൻറ്റു 12 രൂപയാണ് ഓരോ സ്ക്വയർ മീറ്ററിന്. ഓരോ സ്ക്വയർ മീറ്ററിന് 12. അപ്പൊ ഇത്രയും സ്ക്വയർ മീറ്ററിന് ഇൻറ്റു 12 ചെയ്താൽ മതി. 336. ഇതിൽ ഏരിയ ഓഫ് പ്ലാസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്ററിംഗ് ആണ് 2 ഇൻറ്റു 4 ഇൻറ്റു 3.5. 336 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Explosive required for blasting is measured in cubic meter. Explosive power, energy release, kilogram. Explosive എപ്പോഴും നമ്മൾ കിലോഗ്രാംസിലാണ് പറയാറ്. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. The ingredient of paint which are used to hide the surface irregularities and imparts color is known as. സർഫസ് ഇറഗുലാരിറ്റീസ് ഹൈഡ് ചെയ്യാനും അതുപോലെ തന്നെ കളർ ഇമ്പാർട്ട് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയന്റ് ഓഫ് പെയിന്റ്. അഡൾട്രൻസ്, ഡ്രയർ, പിഗ്മെന്റ്, സോൾവെന്റ്. എന്താണ് കറക്റ്റ് ആൻസർ? പിഗ്മെന്റ് ആണ്. അഡൾട്രൻസ് അല്ല. അഡൾട്രൻസ് ഒരു ഇൻഗ്രീഡിയന്റ് അല്ല പെയിന്റിന്റെ ആക്ച്വലി. ഓക്കെ, ഓപ്ഷൻ 3 പിഗ്മെന്റ്സ്. കളർന്ന് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ കളറിങ് പിഗ്മെന്റ്. ഇത്രയും നോക്കിയാൽ മതി. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്താ എഴുതാൻ പറ്റും? പിഗ്മെന്റ്സ് എന്ന ആൻസർ എഴുതാൻ പറ്റും. സോ യുവർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3 പിഗ്മെന്റ്സ്. അഡൾട്രന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് an ingredient. ഇൻഗ്രീഡിയന്റ് അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത്. കുറച്ച് പേരെ ആൻസേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളൂ. പ്രിപ്പറേഷന്റെ ലെവൽ കുറച്ചും കൂടി നമ്മൾ. അപ്പൊ നമ്മുടെ എൻട്രിയിൽ നമുക്ക് പോളിടെക്നിക് ലെക്ചറിന്റെ കോഴ്സസ് അവൈലബിൾ ആണ്. നമ്മുടെ സിലബസ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലുള്ള നമ്മുടെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ ഇഫ് യു വോണ്ട് ടു സ്റ്റഡി വിത്ത് us നമ്മളായിട്ട് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ വെബിനാർ അറ്റൻഡീസിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. സോ അപ്പം ആ ഡിസ്കൗണ്ട് അവൈൽ ചെയ്യണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ഓൺ ദി ബിലോ മെൻഷൻ നമ്പർ. ആ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ
കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് തരും അബൌട്ട് ദ ഓഫേഴ്സ് ആൻഡ് ഓൾ. ഇപ്പോൾ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് വെബിനാർ അറ്റൻഡീസിന് മാത്രമാണ് ഒരു എക്സ്ക്ലൂസീവ് ഓഫർ ഉള്ളത്. അപ്പോൾ നമ്മളോട് ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ഓൺ ദാറ്റ് നമ്പർ. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളോ അറിയാനുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് റിഗാർഡിംഗ് ദ എക്സാം. ഓക്കെ, സോ താങ്ക് യു ഓൾ. ക്വസ്റ്റ്യൻസ് മാക്സിമം ഫെമിലൈസ് ചെയ്ത് പോവാ കേട്ടോ. ടോപ്പിക്സ് മാത്രം പഠിച്ചു വെക്കുന്നതിനേക്കാളും റാദർ കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്നുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ഫെമിലറൈസ് ചെയ്ത് പോയാലേ നമുക്ക് എക്സാം ഹോളിൽ അതിന് ബെനിഫിറ്റ് ഉണ്ടാവും. സോ താങ്ക് യു ഓൾ.